ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള 5 കിടിലൻ ടിപ്സുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടാനും അതുപോലെ തന്നെ അടുക്കള ജോലി വളരെ എളുപ്പമാക്കാനും ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ടിപ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കാം, യൂസ്ഫുൾ ആകും. നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ കട്ട പിടിക്കാതിരിക്കാനും നല്ല രുചി കിട്ടാനുമുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് നമ്മൾ ഉപ്പുമാവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ റവ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഈ റവയിലേക്ക് കറിവേപ്പില ഇട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അപ്പോൾ അതിൽ പ്രാണികളൊന്നും വരത്തില്ല. ഇപ്പം ഞാനൊരു 3 തവി റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എത്രത്തോളം റവ എടുത്തിട്ടുണ്ടോ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. അപ്പോൾ റവയുടെ അളവ് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ചേർക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ആ ഒരു സമയത്ത് നമ്മൾ പച്ചക്കറികളൊക്കെ വഴറ്റിയിരിക്കുന്നത് നല്ലപോലെ ഒന്ന് വഴന്നൊക്കെ വന്നോളും. പിന്നെ വെള്ളവും തിളച്ചോളും. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, സവോള, അതുപോലെ തന്നെ 2-3 ബീൻസ്, ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഉഴുന്ന് ഇതൊക്കെ. അപ്പോൾ അതേ നമ്മൾ ചേർത്ത വെള്ളവും തിളച്ചു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവ എടുക്കുമ്പം ഏകദേശം 3 തവി റവയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു 4-4.5 തവിയോളം വെള്ളം വേണം. അപ്പോൾ ആ ഒരു കണക്കിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ട ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഉപ്പുമാവാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കി എടുത്ത് റെഡിയാക്കാനും പറ്റും. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു നാടൻ ചമ്മന്തി അരച്ചാലോ. അതിനായിട്ട് നമുക്ക് ഒരു 5-10 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 വറ്റൽമുളക്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, 1 ടീസ്പൂൺ ഉഴുന്ന്, കറിവേപ്പില, തേങ്ങ, ഇത്ര ആവശ്യമുണ്ട്. ഇനി നമ്മൾ പണ്ടത്തെ അമ്മമാരൊക്കെ റെഡിയാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പം നമുക്ക് ഈ തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി സമയമൊന്നും വഴറ്റേണ്ട, വെറും 2 മിനിറ്റ് മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കളറിന് വേണമെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മാത്രം മതിയാവും. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ സ്റ്റൗവിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പണ്ടത്തെ അമ്മമാരൊക്കെ എന്ന് പറയുമ്പം ഈ ഒരു തേങ്ങാ ചമ്മന്തി നമ്മുടെ അരകല്ലിലൊക്കെ വെച്ചാണ് അരയ്ക്കുന്നത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അടുക്കള ജോലി എളുപ്പമാക്കാനും രുചി കൂട്ടാനുള്ള ടിപ്പുകളല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതൊക്കെ നല്ലപോലെ തണുത്തു. അപ്പോൾ തേങ്ങയിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മിക്സിയിലൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് അരച്ചെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഉപ്പും ചേർത്തത് നല്ലപോലെ, വെള്ളമൊന്നും ചേർക്കരുത്, അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ഈ ഒരു ചമ്മന്തി കല്ലിലൊക്കെ അരച്ചിങ്ങനെ ഉരുട്ടിയെടുത്തുകൊണ്ട് വരത്തില്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ തോന്നുമല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊന്ന് അരച്ച് ഉരുട്ടിയെടുക്കണ്ടേ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു കുഴിയുള്ള ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചമ്മന്തി ഇട്ട് കൊടുത്തിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് റൗണ്ട് ചെയ്താൽ മതി. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്ത പോലെ തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇത് നമുക്ക് ഗ്യാസും സേവ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് പൈസയൊക്കെ ലാഭിക്കാനും അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിക്കാനും പെട്ടെന്ന് ജോലി തീർക്കാനും പറ്റിയൊരു ടിപ്പാണ്. നമ്മളിപ്പോൾ ഒരു മുട്ടയൊക്കെ പുഴുങ്ങാനും അതുപോലെ തന്നെ ഒരു ഏത്തപ്പഴമൊക്കെ പുഴുങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ചേറെ ഉണ്ടെങ്കിൽ കുക്കറും വലുതെടുക്കാം, അതുപോലെ തന്നെ ആ മുട്ട വെക്കുന്ന പാത്രവും വലുതെടുക്കാം. ശേഷം അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് ഒരു പഴമൊക്കെ പുഴുങ്ങാനുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 വിസിലടിച്ചാൽ മാത്രം മതി. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ അപ്പച്ചമ്പിലൊക്കെയാണ് റെഡിയാക്കിയിരുന്നത്. അപ്പച്ചമ്പിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം മുട്ടയൊക്കെ താഴെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടിൽ, ആ തട്ടിൽ പഴവും വെച്ചിട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതേ രീതി തന്നെയാണ് അപ്പച്ചമ്പിൽ വെച്ചാലും നമുക്ക് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും, പിന്നെ കുറച്ചുകൂടി ഗ്യാസൊക്കെ നമുക്ക് കൂടുതൽ വരും. ഇതാകുമ്പം 2 വിസിൽ മാത്രം മതി കുക്കറിലാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ജോലി കഴിയും.
അപ്പോൾ നമ്മുടെ മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏത്തപ്പഴവും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ പകുതി ഒക്കെ ബാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ഇല്ല എങ്കിൽ നമുക്കിതുപോലെ കുറച്ച് ഉപ്പുപൊടി തേച്ച് വെച്ചിട്ട് നമുക്കിതൊരു പാത്രത്തിൽ ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെയാകുമ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് 2 ദിവസമൊക്കെ ഇരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ കഴുകി ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഉഴുന്ന് ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെയൊക്കെ അളവ് വളരെ കുറച്ച് മതിയാവും. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ അരയ്ക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ടിപ്പാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു ചെറിയ ബൗളിലേക്ക് ഒരു 2 നുള്ള് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റാകും നമ്മുടെ അപ്പം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് ഇത്രയും വേണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് 1 ടേബിൾ സ്പൂൺ ആക്കിയാലും മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്. ഇനി നമുക്ക് അരി അരയ്ക്കാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിരാനിട്ടിട്ട് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ ആയി. ഇനിയിപ്പം നമ്മൾ അരി അരയ്ക്കുകയാണ്. നല്ലപോലെ കഴുകിയിട്ടതാണ് നമ്മൾ. ഇനിയിപ്പം കഴുകൊന്നും വേണ്ട, ആ ഒരു വെള്ളം ഒഴിച്ച് തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണ്. പണ്ടൊക്കെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കള്ളപ്പം ഇല്ലേ, അതേ ടേസ്റ്റിലും അതേ സോഫ്റ്റ്നെസ്സിലുമാണ് നമുക്ക് ഈ ഒരു അപ്പം കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു വെള്ളമൊക്കെ തന്നെ ഒഴിച്ച് നമ്മളിത് ഫുള്ള് അരച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ അരച്ചു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പം നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകൊന്നും വേണ്ട, അതിലേക്ക് തന്നെ നമുക്ക് ബാക്കി ചേരുവകളും കൂടി ചേർത്ത് അരച്ചെടുക്കാം. 2 കപ്പ് പച്ചരിയല്ലേ നമ്മൾ അരച്ചെടുത്തത്, അതിന് നമുക്ക് ഒരു 1.5 കപ്പ് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പിൽ താഴെ ചോറ് എടുത്ത് നമ്മൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 5-10 ചുവന്നുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഈസ്റ്റ്, പഞ്ചസാര, വെളിച്ചെണ്ണ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു അപ്പത്തിലേക്ക് ചുവന്നുള്ളി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് നമ്മുടെ ആ ഒരു പഴയ കാലത്തെ കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടുക. അപ്പം വെളുത്തുള്ളിയും ജീരകവും ചുവന്നുള്ളിയും ഈസ്റ്റും ഇതെല്ലാം ചേർത്ത് നമ്മളിത് ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ അരച്ചിരിക്കുന്ന അരിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അരിയുടെ മിക്സും ഈ തേങ്ങയുടെ മിക്സും എല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കൊരു 3-4 മിനിറ്റ് നല്ലപോലെ ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കാം. ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈസ്റ്റൊക്കെ വളരെ കുറച്ചല്ല ചേർത്തിരിക്കുന്നത്. അപ്പം നല്ലപോലെ ഫെർമെൻ്റായി കിട്ടുകയുള്ളൂ, നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5-6 മണിക്കൂർ ഒന്ന് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ ഇത് ഒരു 6 മണിക്കൂറൊക്കെ നമുക്കിപ്പോൾ ഇത് ഒരു രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ രാത്രി ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കിത് റെഡിയാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ പണ്ടൊക്കെ റെഡിയാക്കുന്ന പോലെ ഞാൻ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കും. കണ്ടോ, ഇപ്പം നല്ലപോലെ കുമിളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കുമിളകൾ, അതായത് ഹോൾസ് വന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിരിച്ചിടുകയൊന്നും വേണ്ട, വേഗം റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതി തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം ഇങ്ങനെ റെഡിയാക്കിയാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം റെഡിയായി കിട്ടും. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സൂപ്പർ സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റൂവോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതിപ്പോൾ കറി ഇല്ലാതെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പഴയകാല രുചികളൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കിയാൽ നമുക്ക് വീണ്ടും തിരികെ എടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.